ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ മക്കളെ ഫോട്ടോ വെച്ചിട്ടോ നമ്മളെ പ്രിയപ്പെട്ടവരെ ഫോട്ടോ വെച്ചിട്ടോ എന്താ പറയുക, നമുക്ക് കസ്റ്റമൈസ്ഡായി അടിപൊളി മോഡലിൽ നമുക്ക് ഒരു ഫോട്ടോ ചോക്ലേറ്റ് സെറ്റാക്കാം. അതിനിപ്പോൾ നീ സ്റ്റിക്കർ ടൈപ്പ് പ്രിൻ്റ് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക സിക്സാക്കിൻ്റെ കത്രിക വേണമെന്ന് അങ്ങനെയൊന്നും നിർബന്ധമില്ല കേട്ടോ. നമുക്ക് നമ്മൾ സാധാ നോർമൽ പ്രിൻറ്റിലും ഇതുപോലെ സെറ്റാക്കി എടുക്കാം. ചിലപ്പോൾ ഇതൊക്കെ ചിലവർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ലൈക്ക് അടിക്കാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത ചെറിയ മോഡൽ ചെറിയൊരു സൈസിൽ നമുക്ക് ഇനിയിപ്പോൾ വലിയ ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു സൈസിൽ പ്രിൻ്റ് എടുക്കണം. എന്നിട്ട് പിന്നെ അത് മുറിച്ച് സെറ്റാക്കിയതിന് ശേഷം ഒന്നെങ്കിൽ 3 ഭാഗത്തായിട്ട് നമ്മളെ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുക്കുക. 4 ഭാഗത്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഊരി കൊടുത്തതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 10 രൂപേൻ്റെ കിറ്റ്കാറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ചോക്ലേറ്റും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കവറ് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇന്ന് തന്നെ ഉപയോഗിക്കാനുള്ളതായതുകൊണ്ടാണ് ഞാൻ കവറ് ധൈര്യമായിട്ട് ഊരിയത്. ഇനി അതെല്ലാം നമ്മൾ കൊറിയറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെൽറ്റ് ആവും എന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കവറൊന്നും ഊരണ്ട. എന്നിട്ട് പിന്നെ വീഡിയോയിൽ കാണിക്കണ പോലെ തന്നെ ആദ്യം ഗമ്മില്ലാത്ത ഭാഗം അടക്കുക, പിന്നെ ഗമ്മുള്ള ഭാഗം അതിൻ്റെ മുകൾക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് ഈ 2 ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പറയുന്നതിനേക്കാളും കൂടുതൽ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ സാധാ കത്രിക, സിക്സാക്കിൻ്റെ കത്രിക ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സാധാ കത്രിക എടുത്തിട്ട് ആദ്യം ഒരു സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ചെരിച്ച് ഇങ്ങനെ വെട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഭാഗത്തേക്കും ചെരിച്ച് ഇങ്ങനെ വെട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു മിഠായിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടിക്കോളും. വെട്ടുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം, മെല്ലെ വെട്ടാൻ പാടുള്ളൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കത്രികയൊക്കെ ഉണ്ട്, മൂർച്ചുള്ള കത്രികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കുന്നത് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലോ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ബൈ.